മൈസൂർ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങയുടെ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ ഇതാ മല്ലിയിലയാണ്, മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യുമിൻ സീഡ്, ചെറിയ ജീരകം, പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ഒരു ചെറിയ ടീസ്പൂണാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇഡലിയുടെ ബാറ്റർ തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിൽ ഇത് കുഴച്ചെടുക്കുക. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല. ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബജി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ബജിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ലൂസായിട്ട് കുഴയ്ക്കരുത്. പിന്നെ ഇതൊരു 10 തൊട്ട് 15 വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഫ്രൈങ് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി മാവ് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക.